എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സിറ്റിംഗ് പോസ് ഇരുന്നു കൊണ്ട് ചെയ്യാനുള്ള ഒരു ആസനം, വളരെ പ്രധാനപ്പെട്ട ഒരു ആസനം തന്നെയാണ് പശ്ചിമോത്തനാസനം. ആസനങ്ങളുടെ ത്രിമൂർത്തികൾ എന്ന് പറയുമ്പോൾ ശീർഷാസനം, സർവാംഗാസനം, പശ്ചിമോത്തനാസനം. ഇപ്പോൾ ഇത് കുറേ ടഫായിട്ടുള്ളതാണ്, കഠിനമായിട്ടുള്ള ആസനം തന്നെയാണ്. എന്നാലും സ്ഥിരമായിട്ട് ഇത് പരിശീലനം ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആസനം ചെയ്യാൻ കഴിയും. ഒട്ടനവധി പ്രയോജനങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കും. ഒന്ന്, മലബന്ധം, അതുപോലെ തന്നെ ഗ്യാസ് ട്രബിൾ ഉള്ളവർ, ദഹനക്കേടൊക്കെ ഉള്ളവർ ഈ ആസനം ചെയ്യുവാണെങ്കിൽ നമുക്കതിന് മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ തൈറോയ്ഡുമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദരത്തിലും ശരീരത്തിലും കൊഴുപ്പ് കുറയ്ക്കാൻ ഈ ആസനം ചെയ്യുന്നത് കൊണ്ട് കഴിയും. അതോടൊപ്പം തന്നെ പിന്നെ ആർത്തവമായിട്ട് വരുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയും. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ശരീരത്തിലുണ്ടാകുന്ന ഉന്മേഷണം, മറ്റ് കൂടുതൽ ഊർജം നമുക്ക് ലഭിക്കുന്നു. ഇതാണ് പൊതുവായിട്ട് നമുക്ക് ഈ ആസനം കൊണ്ടുള്ള ഗുണങ്ങൾ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് സംബന്ധിച്ച് ഞാൻ വീഡിയോ അയച്ചു തരാം. നിങ്ങൾ ഒരു ദിവസം അരമണിക്കൂർ നിങ്ങൾ വ്യായാമം എന്ത് വേണമെങ്കിൽ ആവട്ടെ, യോഗ മാത്രമല്ല, എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഒരു ദിവസം അതിനു വേണ്ടി മാറ്റി വയ്ക്കണം. വർദ്ധിച്ചു വരുന്ന രോഗങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സമയബന്ധിതമായി കഴിക്കാത്തത് കൊണ്ടും, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മൾ കമ്പോളങ്ങളിൽ കിട്ടുന്ന വിഷാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ മേടിച്ച് കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നത്. ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാൻ കഴിയണം. അതുകൊണ്ട് 24 മണിക്കൂറുണ്ട്, അരമണിക്കൂർ ഇതിനു വേണ്ടി യോഗയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. പശ്ചിമോത്താസനം എങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ.